കുളിമുറി. കുളിമുറിയിൽ വെള്ളം മാലിന്യങ്ങളും കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. സോപ്പിന് പകരം പയർപ്പൊടി, ഈഞ്ച, വാകപ്പൊടി, ചീവയ്ക്കപ്പൊടി എന്നിവ ഉപയോഗിക്കുക. തറ എന്നും വൃത്തിയായി കഴുകിയിരിക്കണം. തേച്ച എണ്ണയിൽ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമുള്ളത് മെഴുകിളക്കി കളയാൻ ചീവയ്ക്കപ്പൊടി, പയർപ്പൊടി, ശിരസിന് സുഖം തരുന്ന കൊഴുപ്പിലകൾ കൊണ്ട് പതച്ചെടുത്ത താളി എന്നിവ ഉപയോഗിക്കണം. കുളിച്ചതിന് ശേഷം സോപ്പ് മുതലായവ കൈകൊണ്ട് തൊടരുത്. തുണി അലക്കലും മറ്റും കുളിക്ക് മുമ്പാണ് ചെയ്യേണ്ടത്. കുളി കഴിഞ്ഞാൽ പുറകുവശമാണ് ആദ്യം തുടയ്ക്കാനുള്ളത്. ശരീരത്തിന് പുറകിലെ ദുഷ്ടോർജം ആദ്യമേ നീക്കം ചെയ്യണം. നട്ടെല്ലിന് തണുപ്പ് തട്ടാതെ നോക്കാനും കൂടിയാണിത്. പുറകുവശം തോർത്തിയാൽ തോർത്ത് കഴുകിയ ശേഷമേ തുടർന്ന് ഉപയോഗിക്കാവൂ. ഓരോരുത്തരും ഉപയോഗിച്ചതിൻ്റെ വിസർജ്യ വസ്തുക്കൾ അവരവർ തന്നെ നീക്കം ചെയ്യേണ്ടതാണ് ഉത്തമം. കുളിമുറിയിലെ വഴുക്കൽ നിത്യേന കഴുകി നീക്കണം. അതുപോലെ നമ്മൾ തല കഴുകുമ്പോൾ ചിലർക്ക് താരനുണ്ടാവാം, ചിലർക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് ഉലുവയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ വെക്കാം. രാവിലെ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫ്രൈഡേക്ക് ആയിരിക്കും കുറച്ചുകൂടി ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ, പിന്നെ സൺഡേ ആകുമ്പോൾ നമുക്കെങ്ങും പോകണ്ടല്ലോ. അപ്പോഴേക്കും തലേന്ന് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് ഉലുവ കോർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ ഉലുവ കൂത്തതും അതിനകത്ത് കുറച്ച് നമ്മുടെ താളി ഉണ്ടല്ലോ, ചെമ്പരത്തിയുടെ ഇല, കുറച്ച് ചെമ്പരത്തി ഇലയും കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതും കുറച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലടിച്ചിട്ട് അതൊന്ന് തലയിൽ തേക്കുക. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ തേക്കുന്ന ആ സമയം, പിന്നെ ഒരു 5 10 മിനിറ്റ് അധികം ഇടണ്ടെന്ന് വെച്ചാൽ ചിലർക്ക് തലയിൽ ഇത് താന്നാൽ പിന്നെ ജലദോഷമൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നതാണ്.